പേരൻറ്റിങ് പോലെ തന്നെ വളരെ പ്രധാനമാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ കടന്നു പോകുന്ന വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എങ്ങനെയുള്ളതാണ്? കുറേ AC ബസ്സുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്കെല്ലാം വലിയ കോട്ട് സൂട്ടുള്ള യൂണിഫോം ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ 100% വിജയം ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ അവിടെ വലിയ ആനിവേഴ്സറി നടക്കുന്നുള്ളത് കൊണ്ടോ ഒന്നും വിദ്യാഭ്യാസത്തിന് നിലവാരം ഉണ്ടായിരിക്കണമെന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് കുട്ടിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ്. കുട്ടിക്ക് അവസാനമായിട്ട് കുട്ടി ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ, 12ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള, ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി കുട്ടിക്ക് മാറാൻ സാധിച്ചു. കുട്ടിക്ക് ജീവിതത്തെ പറ്റി ഒരു പ്രത്യാശയുണ്ടോ? അവൻ ഹാപ്പിയാണോ? അവന് ഫോക്കസ്ഡ് ആണോ? ഇതാണ് ഒരു വിദ്യാഭ്യാസത്തെ അളക്കുന്നത്. അല്ലാതെ അവിടെ നടന്ന കോൺവക്കേഷൻ്റെ ശബ്ദവും അവിടെ നടന്ന ആനിവേഴ്സറിയുടെ ബഹളവും ഒന്നും ഒരു വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരത്തെ അളക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ധാരാളം പണമാണ് കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചിലവഴിക്കുന്നത്. പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെയാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നതെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അതിൻ്റെ പുറകിൽ നമ്മൾ ചിലവഴിക്കുന്നത്. ഇനി സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സർക്കാർ ഒരുപാട് പണം ചിലവഴിച്ചിട്ടാണ് ഈ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് സൗജന്യമായിട്ട് തരുന്നത്. നമ്മൾ ഈ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന കുട്ടികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവസാനം വരുമ്പോൾ ഈ കുട്ടികൾക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത് ആരും ഇന്ന് ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായി, അല്ലെങ്കിൽ എന്താണ് കുട്ടിയിൽ അവസാനമായിട്ട് കിട്ടിയത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പലപ്പോഴും ഈ വിദ്യാഭ്യാസം ഒരു വളരെ ദാരിദ്ര്യം ഉള്ള ഒരവസ്ഥയായിരുന്നുവെന്ന് പല വ്യക്തികളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പേരൻറ്റുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പനും അമ്മയും വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അവർ വളരെ നല്ലൊരു സ്കൂളിൽ അവരുടെ മകനെ പഠിപ്പിച്ചു. അവർക്ക് വലിയ പ്രതീക്ഷയാണ്. ആ കുട്ടി വളർന്നു വരുന്നു. കാരണം അവനൊരൊറ്റ മകനേ ഉള്ളൂ. അപ്പോൾ അവൻ വളർന്നു വരുന്നു. അവൻ വളർന്നു വരുമ്പോൾ അവൻ ആ കുടുംബത്തോടുള്ള ഒരു ഉത്തരവാദിത്വവും ഒക്കെ ഏറ്റെടുക്കും എന്നൊക്കെ വിചാരിച്ചാണ് ആ പേരൻ്റ് ആ കുട്ടിയെ വളർത്തുന്നത്. പക്ഷേ കുട്ടി ഒരു 22 വയസ്സായപ്പോഴത്തേക്ക് ഈ രാജ്യത്ത് നിന്ന് വെളിയിൽ പോയി വേറൊരു രാജ്യത്ത് ജീവിക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കുട്ടിക്ക് ഈ രാജ്യത്തുള്ള ഒന്നും തന്നെ ഇഷ്ടമല്ല. ഈ രാജ്യത്ത് ജീവിതം വളരെ മോശമാണ്. ഈ രാജ്യത്ത് അവസരങ്ങളില്ല. മാതാപിതാക്കളെ ഒന്നും സംരക്ഷിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം എങ്ങനെയായിത്തീരും? ഇങ്ങനെയൊക്കെയുള്ള വളരെ സെൽഫിഷായിട്ടുള്ള, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ചിന്തയിലൂടെ ആ കുട്ടി രാജ്യം വിട്ട് പോവുകയും ആ മാതാപിതാക്കൾ വളരെ നിരാശരാകുകയും ചെയ്തു. ആവശ്യത്തിൽ കൂടുതൽ പണം മാതാപിതാക്കളുടെ കയ്യിലുണ്ട്. അപ്പോൾ പണം മാത്രമല്ല അവിടുത്തെ വിഷയം. ഒരു യുവാവ് രൂപപ്പെട്ട് കഴിയുമ്പോൾ ആ യുവാവിൻ്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ പലപ്പോഴും കഴിയുന്നില്ല. ഉത്തരവാദിത്തങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ബുദ്ധിമുട്ടുകളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഇതും കൂടെയൊക്കെ ചേരുന്നതല്ലേ വിദ്യാഭ്യാസം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 2 ഗ്രൂപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന് സർക്കാർ ക്രമീകരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം. നമ്മൾ ഈ സർക്കാർ ക്രമീകരിച്ചിരിക്കുന്ന വിദ്യാഭ്യാസത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ നടക്കുന്ന പരിഷ്കാരങ്ങളെല്ലാം അധ്യാപകരെ സംരക്ഷിക്കാനായിട്ടുള്ള പരിഷ്കാരങ്ങളാണ്. പലപ്പോഴും കുട്ടികളുടെ ജീവിതത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ ഈ SLC പരീക്ഷ നടക്കുമ്പോൾ പല സ്കൂളുകളിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽ പെടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് കുട്ടികളെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിപ്പിച്ചെടുക്കാം, നല്ലൊരു ശതമാനം കുട്ടികളെയും ജയിപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ ഫുൾ A+ വാങ്ങിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കൃത്രിമങ്ങളാണ് ഈ പരീക്ഷാ സമ്പ്രദായത്തിൽ നടത്തുന്നത്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ഒരു A+ വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്തുകൊണ്ടും വേറൊന്ന് ജയിക്കാൻ സാധ്യതയില്ലാത്ത കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവരെ 2 പേരെയും കൃത്രിമമായി അതിലെത്തിക്കാനായിട്ടുള്ള ഒരുപാട് കള്ളത്തരങ്ങൾ ഈ പരീക്ഷ സംബന്ധമായി നടക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വാല്യുവേഷനിലും ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് നമ്മൾ കുട്ടികളെ കൃത്രിമമായി അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിലൂടെ മൂല്യങ്ങളെയെല്ലാം ബലി കഴിച്ചുകൊണ്ട് കുട്ടികളെയൊക്കെ വിജയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്? ഇതിൻ്റെ പരിണിത ഫലം എന്താണ്?
നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ജയിച്ചു വരുന്ന 10ാം ക്ലാസ് ജയിച്ചു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് 12ാം ക്ലാസ്സിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും കിട്ടിയില്ലെങ്കിൽ അവൻ വയലൻ്റ് ആകുന്നു. കോളേജിൽ ചെല്ലുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. പലപ്പോഴും കോളേജിലൊന്നും ചെല്ലാൻ പാടില്ലാത്ത കുട്ടികൾ പോലും കൃത്രിമമായി അവിടെ എത്തുന്നു. അത് കോളേജുകളുടെ എല്ലാം വിദ്യാഭ്യാസ സാഹചര്യങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു തുടർക്കഥയാണ് പലപ്പോഴും. കാരണം ഇതിൻ്റെ എല്ലാം വരുന്നത് ഫലം എന്താണെന്ന് ചോദിച്ചാൽ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടരുത്. അപ്പോൾ അധ്യാപകർക്ക് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് 10ാം ക്ലാസ്സിൽ ഇതിനെ മുഴുവനും കൂടെ ജയിപ്പിച്ചാലേ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ തൊഴിൽ സംരക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് കഴിഞ്ഞ് ഇവരെ എല്ലാം കൂടെ കോളേജിലെത്തിയാലേ കോളേജ് അധ്യാപകരുടെ തൊഴിൽ സംരക്ഷിക്കാൻ പറ്റും. കുട്ടികളിൽ ഇതുകൊണ്ട് എന്ത് ലഭിക്കുന്നുവെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. കാരണം നല്ലൊരു ശതമാനം കുട്ടികളും തൊഴിൽ പഠിച്ച് തൊഴിൽ രംഗത്തൊക്കെ വരേണ്ടവരാണ്. തൊഴിൽ ചെയ്യാൻ ആരുമില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരാൾ വന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളെല്ലാം തന്നെ ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ളവരാണ്. വളരെ നല്ല പൈസയാണ് അയാൾ കൊടുക്കുന്നത്. ഒരു ദിവസം 1500 രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. ഏകദേശം ഒരു 50,000 രൂപ മാസം വരുമാനമുള്ളവരാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് ചെയ്യാൻ പറ്റുന്ന കുട്ടികളില്ല. ഇനി ആ ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ ഉണ്ടായതല്ല, അതിനുള്ള മനോഭാവമില്ല, അതിനുള്ള ക്യാരക്ടറില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലൊക്കെ രൂപപ്പെട്ടു വരുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ മിസ്ഫിറ്റായിട്ടാണ് മാറുന്നത്. ഇതാണ് ഔട്ട്കം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മകനിപ്പോൾ ഇവിടെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അവനുമായിട്ട് നിരന്തരമായിട്ട് അവൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പറ്റി അങ്ങനെയുള്ള പിന്നെ തൊഴിലാളികളെക്കുറിച്ചും അല്ലെങ്കിൽ ഇന്ന് ജോലി ചെയ്യാനായിട്ട് വരുന്നവരെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും കാണുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റോ ഒരു ഡെഡിക്കേഷനോ ഒരു കാര്യത്തോടും അവർക്കില്ല. അങ്ങനെയുള്ളവരെയാണ് ഇന്ന് നമ്മുടെ തൊഴിൽ രംഗത്തൊക്കെ ലഭിക്കുന്നത് തന്നെ. ഇനി നല്ലൊരു ശതമാനം ഇവിടം വിട്ടുപോവാണ്. ഈ വിട്ടുപോകുന്നവരെല്ലാം വിദേശെന്തോ സാധ്യത ഉണ്ടായിട്ടൊന്നും അല്ല. ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ ലോണും എടുത്ത് മാതാപിതാക്കളെ കടക്കണിയിലാക്കി ഇവിടുന്ന് ഓടിപ്പോവാണ്. എവിടെയെങ്കിലും പോയി ആരും കാണാത്തടത്ത് ജീവിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു ഫ്രസ്ട്രേഷനിലാണ് പലരും പോകുന്നത്. ഇതൊന്നും ഒരു ശരിയായ ഡെവലപ്മെൻ്റ് അല്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഔട്ട്കം എന്താണെന്ന് പരിശോധിക്കാനായിട്ട് യാതൊരു സംവിധാനങ്ങളുമില്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം വിദ്യാഭ്യാസം അതിമനോഹരമാണെന്നൊക്കെ പറയുമ്പോൾ കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവർക്ക് ഡിസിപ്ലിൻ വേണം, ക്വാളിറ്റി വേണം, അവർക്ക് അത്യാവശ്യം ഭാഷ അറിയണം, കണക്കറിയണം, സാമൂഹികപരമായ കാര്യങ്ങൾ അറിയണം. ഇതൊന്നും പോരാ. അവർ പഠിച്ചിറങ്ങി വന്നു കഴിയുമ്പോൾ അവർക്കൊരു സെൻസ് ഓഫ് പേഴ്സണാലിറ്റി, അവരാരാണെന്നും അവരുടെ ഒരു പർപ്പസ് എന്താണെന്നും അവരുടെ ഒരു വ്യത്യാസം എന്താണെന്നും അവരെന്തിനാണ് ഏറ്റവും കൊള്ളാവുന്നതെന്നും ഒക്കെ തിരിച്ചറിയിച്ച് കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസം പരാജയമാണ്. അതിനിപ്പോൾ എത്ര ന്യായീകരിച്ചാലും വിദ്യാഭ്യാസം പരാജയമാണ്. ഇനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് നോക്കാം. UKGക്ക് വരെ ഇപ്പോൾ കോൺവക്കേഷനും എന്തൊക്കെയോ പരിപാടികളാണ് നടത്തുന്നത്. ചുമ്മാതെ കുഞ്ഞുങ്ങളെല്ലാം ഫാൻസി ഡ്രസ്സ് പോലെ ഓരോന്നൊക്കെ ഇടിയിച്ച് ഇത് കുട്ടികൾക്ക് എന്ത് പ്രയോജനം ചെയ്യുന്നു? കുട്ടികൾക്ക് ഒരു പ്രയോജനവും ചെയ്യുന്നില്ല. അന്നത്തെ ദിവസം ആ ലൈറ്റിൻ്റെ മുമ്പിലൊക്കെ നിർത്തി കുട്ടികളെല്ലാം ചൂടത്ത് നിർത്തി കുറേ കോട്ട് സൂട്ടും എല്ലാം ഇടിയിപ്പിച്ച് അവരുടെ മുഖത്തോട്ട് ലൈറ്റെല്ലാം അടിച്ച് അവരുടെ കുറേ റീലെല്ലാം എടുത്ത് ആഘോഷിക്കുന്നു. കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണമാണോ ദോഷമാണോ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ദോഷമാണ് കുട്ടികൾക്കുണ്ടാകുന്നത്. കാരണം ചെറിയ പ്രായത്തിലെ ആവശ്യമില്ലാതെല്ലാം ആഘോഷിച്ച് ഈ കുട്ടികളെല്ലാം നാമാവിശേഷം ആക്കി കളയുകയാണ്. ഇതിൻ്റെ ഗുണങ്ങളുണ്ടാകുന്ന കുറേ കച്ചവടക്കാർക്ക് മാത്രമാണ്. ഒരുപാട് തരത്തിലുള്ള സ്കോളർഷിപ്പ് പരീക്ഷകളെന്നും പറഞ്ഞ് സ്കൂളുകളിലൊക്കെ ഒരുപാട് പരീക്ഷകളാണ്. എന്ത് സ്കോളർഷിപ്പാണ്? ഈ പഠിച്ചിറങ്ങി വരുന്ന കുട്ടികളിൽ എത്ര പേർ അവസാനം ഒരു നല്ല ഡീസൻ്റായിട്ടുള്ള നോളജ് ഉള്ളവരായിട്ട് ഇറങ്ങി വരുന്നുണ്ട്? ഞാൻ കോളേജുകളിൽ വരെ കാണുന്നൊരു കാര്യം വളരെ കൃത്രിമമായി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ജയിപ്പിച്ച് വിടുക. കാരണം നിവൃത്തിയില്ല. കോളേജ് അധ്യാപകരോടൊക്കെ ചോദിച്ചാലറിയാം, സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ല. ഉള്ള ഒരു 5% 10% ഉണ്ട്. ബാക്കി കുട്ടികളുടെ കാര്യമൊക്കെ വലിയ കഷ്ടമാണ്. പിന്നെ ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെയൊക്കെ ഓരോ ഫാക്ടറിയിൽ കൊണ്ടിരുത്തി കുത്തി നിറച്ചൊക്കെയാണ് ഇതിനെയൊക്കെ അവസാനം എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുന്നത്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ എന്തും വേണ്ടി പണമാണ് മാതാപിതാക്കൾ മുടക്കുന്നത്. ഈ പണം മുടക്കി നമ്മളിതെല്ലാം ചെയ്തു പല ആഘോഷങ്ങൾ, വലിയ ആനിവേഴ്സറി എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ, വലിയ ഈ ചാനലുകളുടെയൊക്കെ ഗ്രാൻഡ് ഫിനാലെ നടത്തുന്ന പോലെയാണ് ആനിവേഴ്സറികളൊക്കെ നടത്തുന്നത്. പക്ഷെ മാതാപിതാക്കൾക്ക് യാതൊരു ട്രെയിനിങ്ങും ഇല്ല. കുട്ടികളുടെ സൈക്കോളജിക്കൽ ഇമോഷണൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ പേഴ്സണാലിറ്റി ശ്രദ്ധിക്കുന്നില്ല. ആവശ്യത്തിനുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ്, കൾച്ചർ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമായിട്ട് അവർ ബന്ധപ്പെടുന്നില്ല. പഠിച്ചിറങ്ങി വരുന്ന കുട്ടികളെ ഒന്ന് നോക്കുക. അവർക്ക് സെൽഫ് അവെയർനെസ് ഉണ്ടോ? അവരാരാണെന്നെങ്കിലും അവർക്കൊരു അവയർനെസ് ഉണ്ടോ? അവർക്കൊരു സെൻസ് ഓഫ് പർപ്പസോ ഒരു സെൻസ് ഓഫ് പേഴ്സണാലിറ്റിയോ ഐഡൻറ്റിറ്റിയോ എന്തെങ്കിലും ഉണ്ടോ? പല കുട്ടികളെയും സംബന്ധിച്ച് ഇതൊന്നുമില്ല.
നമ്മൾ ഈ പണമെല്ലാം മുടക്കി ഈ വിദ്യാഭ്യാസത്തിലൂടെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന ഇവർക്കതില്ല. കാരണം ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ അധ്യാപകർ ആ രീതിയിൽ പരിശീലിക്കപ്പെടുകയും ആ അധ്യാപകരിൽ ആ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുകയും, പേഴ്സണാലിറ്റി ഇല്ലാത്ത അധ്യാപകർ എങ്ങനെയാണ് കുട്ടികൾക്ക് പേഴ്സണാലിറ്റി കൊടുക്കുന്നത്? ആത്മവിശ്വാസം ഇല്ലാത്ത അധ്യാപകർ എങ്ങനെയാണ് കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത്? ഒരു സെൻസ് ഓഫ് പർപ്പസ് ഇല്ലാത്ത, ഒരു സന്തോഷമില്ലാത്ത അധ്യാപകർ എങ്ങനെയാണ് കുട്ടികൾക്ക് അതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ അധ്യാപകർ തന്നെ ഹാപ്പിയാണോ? പ്രൈവറ്റ് സെക്ടറിലെ അധ്യാപകർ പലപ്പോഴും ഹാപ്പിയല്ല. കാരണം അവർ വളരെ ലീനായിട്ടുള്ളൊരു സാലറിയിൽ ജോലി ചെയ്യുന്നു, ഒരുപാട് ഓവർലോഡഡാണ് അവർ പലരും. ഒരു ഫ്രീ പീരീഡ് പോലും ഇല്ലാതാണ് അധ്യാപകരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവരെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനോ, അവരെ ഒന്ന് റീജുവനേറ്റ് ചെയ്യിപ്പിക്കാനോ, അവരെ ഒന്ന് എക്യുപ്പ് ചെയ്യിക്കാനോ, എംപവർ ചെയ്യാനോ ഉള്ള യാതൊരു സംവിധാനങ്ങളും അവിടെയില്ല. ഇതൊന്നും സർക്കാരുകളാരും നോക്കുന്നുമില്ല. കാരണം ഒരു രാജ്യത്തെ ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഒരു രാജ്യത്തെ കുട്ടികളാണ് അവിടെ എല്ലാം പഠിക്കുന്നത്. ഇതൊക്കെ ശരിയായ രീതിയിലാണോ പോകുന്നതെന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള എക്സെപ്ഷണലായിട്ടുള്ള ചില സെൻറ്ററുകളുണ്ട്, അതൊക്കെ എക്സെപ്ഷൻസാണ്. ഹാപ്പി ആയിട്ടുള്ളവരുള്ള സ്ഥലങ്ങളൊക്കെ വളരെ കുറവ് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ പണമെല്ലാം ധാരാളം മുടക്കിയൊക്കെ കൊണ്ടുവരുന്നിടത്ത് പിന്നെ ഒരു സിറ്റിസൺ റിവ്യൂ ഇല്ല. ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തെ പറ്റിയോ ആ നാടിനെക്കുറിച്ചോ ആ സമൂഹത്തെക്കുറിച്ചോ ഒന്നും ഒരു അഭിമാന ബോധമില്ലാതാണ് കുട്ടികൾ വളർന്നു വരുന്നത്. നമ്മൾ വിദേശ രാജ്യത്തെയൊക്കെ പല കമ്മ്യൂണിറ്റിയിലെയും രാജ്യത്തെയും ഒക്കെ കുട്ടികളുമായിട്ട് ഞാൻ ഇടപെടാറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ ഒരു പഠിച്ചിറങ്ങി വരുമ്പോൾ അവരാരാണെന്നോ അവർക്ക് എന്താവണമെന്നൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ട്. അവർക്കൊരു സെൻസ് ഓഫ് പർപ്പസ് ഉണ്ട്. അവർക്ക് അവരുടെ രാജ്യത്തെക്കുറിച്ചൊക്കെ വലിയ അഭിമാനമുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ ആ പൊളിറ്റിക്സിലൊക്കെ അവർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. നമ്മുടെ രാജ്യത്തെ കുട്ടികൾ പൊളിറ്റിക്സിനെ കുറിച്ചൊരു അവയർനെസ്സും ഇല്ല. ആ രാജ്യത്തെ സൊസൈറ്റിയുടെ നീഡ്സിനെ കുറിച്ചൊരു അവയർനെസ് ഇല്ല. ഒരു രാജ്യത്തെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് യാതൊരു താല്പര്യവും ആ കാര്യങ്ങളിലൊന്നുമില്ല. ഒരു സിറ്റിസൺറി കാഴ്ചപ്പാട് കുട്ടികൾക്കില്ല. പരിസ്ഥിതി ബോധമില്ല. സാമൂഹികപരമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, അവർക്ക് റൈറ്റ്സിനെ കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ അറിയാം. അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാമൂഹിക മാധ്യമങ്ങളാണെങ്കിൽ എവിടെയാണ് വിദ്യാഭ്യാസം നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. വിദ്യാഭ്യാസം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. വിദ്യാഭ്യാസം അവരെ ട്രാൻസ്ഫോം ചെയ്യുന്നില്ല. അവർ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസത്തിന് അവരെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി വിദ്യാഭ്യാസത്തിലെ വേറൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ചന്തയുടെ ഒരു ഫോഴ്സ് കൊണ്ടായിരിക്കും ഇന്ന് ഈ ടെക്നോളജിയും കോഡിങ്ങും ഓൺലൈനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും എല്ലാം വിദ്യാഭ്യാസത്തിലേക്ക് ഒരുപാടങ്ങ് കൊണ്ടുവന്നിട്ട് കുട്ടികളെല്ലാം അതിൻ്റെ ഒരു അടിമയാക്കി മാറ്റിയിരിക്കുകയാണ്. അവർക്ക് ഇതില്ലാതെ ഇനിയും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെ എത്തിച്ചിട്ടുണ്ട്. അത് വലിയ കുഴപ്പമാണ്. അവർ ശാരീരികമായ ആരോഗ്യം പല കുട്ടികൾക്കും ഇല്ല, മാനസികാരോഗ്യം പല കുട്ടികൾക്കും ഇല്ല, വൈകാരികമായ ആരോഗ്യമില്ല, നല്ല ബന്ധങ്ങളില്ല, ആത്മവിശ്വാസമില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, ലീഡർഷിപ്പില്ല. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടും? ഈ സ്ക്രീനിനകത്ത് ഒതുങ്ങിക്കൂടുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരെന്തൊക്കെയോ കുറേ ടെക്നോളജിയിൽ എന്തൊക്കെയോ ആണെന്ന് പറയുമ്പോഴും ജീവിതത്തിലെ വലിയ വെല്ലുവിളികൾ വരുമ്പോൾ ഇതൊന്നും അവർക്ക് നേരിടാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഒരു വിദേശ രാജ്യത്ത് ഒരു യുദ്ധം വന്നപ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് LPG ഇല്ല. LPG ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ ആർക്കും ഇപ്പോൾ അറിയത്തില്ല. LPG ഇല്ലെങ്കിൽ ഭക്ഷണമില്ല. കാരണം ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാനേ അറിയുള്ളൂ. LPG ഇല്ലെങ്കിലും എല്ലാം പോയി, പെട്രോൾ ഇല്ലെങ്കിൽ എല്ലാം പോയി, കറണ്ട് ഇല്ലെങ്കിൽ എല്ലാം പോയി. പിന്നെ പിടിച്ചു നിൽക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമുക്ക് നാളെ ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളെയാണ് മീറ്റ് ചെയ്യേണ്ടവരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ വിദ്യാഭ്യാസം വരാൻ പോകുന്നൊരു തലമുറയെ അവർ നേരിടാൻ പോകുന്ന സാഹചര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്ന കരുത്തനായൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന, ലക്ഷ്യബോധമുള്ളൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന, കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന, അവനവൻ്റെ സമൂഹത്തിന്, അവനവൻ്റെ കുടുംബത്തിന്, അവനവൻ്റെ രാജ്യത്തിനൊക്കെ കൊള്ളാവുന്നവരായി അവരെ രൂപാന്തരപ്പെടുത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവിടെ IB പോലുള്ള സിലബസ് ഉണ്ട്. ഇപ്പം തന്നെ വിദേശ രാജ്യത്തെ എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ വളർത്തിയെടുക്കുന്ന കുട്ടികളുണ്ട്. നാളെ അവരുടെ ഭാവിയൊക്കെ ഈ വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അവനവൻ്റെ രാജ്യത്തെ വിദ്യാഭ്യാസമെങ്കിലും, ഇപ്പോൾ CBSE ICSEയും സ്റ്റേറ്റ് സിലബസും ഒക്കെ ഈ രാജ്യത്തെ കുട്ടികളെ സൃഷ്ടിക്കുന്നതാണ്. ഇവരെങ്കിലും നമ്മുടെ രാജ്യത്തിന് കൊള്ളാവുന്നവരായി, നമ്മുടെ സമൂഹത്തിന് കൊള്ളാവുന്നവരായി ഒക്കെ വളർത്തിയെടുത്തില്ലെങ്കിൽ ഈ രാജ്യം പുരോഗമിക്കില്ല, നമ്മളും ആരും പുരോഗമിക്കില്ല, ആരും നേരം കിടന്ന് ഉറങ്ങില്ല. ഇവിടെ അധ്യാപകർക്കൊക്കെ ശരിയായ രീതിയിലുള്ള ട്രെയിനിങ് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇപ്പോഴും വന്നിട്ടില്ല.
നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നമുക്ക് വേണ്ടതാണ്, അവരെല്ലാവരും പ്രിയപ്പെട്ടവരാണ്, എല്ലാവരും വളരെ യുണീക്കാണെന്നുള്ളൊരു ചിന്ത ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും അക്കാഡമിക്കായിട്ട് പഠിക്കുന്ന കുറേ കുട്ടികൾ കയ്യടി വാങ്ങിക്കുന്നു, അവരെ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്നു. അക്കാഡമിക്കായിട്ട് മികവില്ലാത്ത കുട്ടികൾ, അവർ ചിലപ്പോൾ കളിയിൽ മിടുക്കരായിരിക്കും, കാര്യപ്രാപ്തിയിൽ മിടുക്കരായിരിക്കും, അവർ കുറേ കൂടെ ഹ്യൂമൻ സ്കില്ലുള്ളവരായിരിക്കും, സ്പോർട്സിൽ മിടുക്കരായിരിക്കും, സാമൂഹികപരമായ ലീഡർഷിപ്പൊക്കെ അവർക്ക് കൂടുതലായിരിക്കും. അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. അക്കാഡമിക്കായിട്ട് കൊള്ളാത്ത കുട്ടികളെ എല്ലാം കൊള്ളില്ല എന്ന് ബ്രാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ മണ്ടന്മാരാണെന്ന് ബ്രാൻഡ് ചെയ്യുന്ന ഒരവസ്ഥ ഇന്നും സ്കൂളുകൾക്കെല്ലാം ഉണ്ട്. എല്ലാം അവസാനം വരുമ്പോൾ, വലിയ മോഡേൺ സ്കൂളാണെന്നൊക്കെ പറയുന്ന സ്കൂളുകളെല്ലാം അവസാനം വരുമ്പോൾ ഈ മാർക്കും ഗ്രേഡും മാത്രമായിട്ട് ചുരുങ്ങുകയും കുട്ടികളെ അമിതമായി ഫോഴ്സ് ചെയ്യും. ഇവിടെ പല സ്കൂളുകളിലും +1 +2 കുട്ടികൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല. അവരുടെ ശാരീരികമായ വൈകാരികമായ ആവശ്യങ്ങളൊന്നും ആരും അറിയുന്നില്ല. അമിതമായ എക്സ്പെക്റ്റേഷൻ, അമിതമായ പ്രഷറും കോച്ചിങ്ങുകൾ, ഇതിൻ്റെ കൂടെ കോച്ചിങ്ങൂടെല്ലാം കൊണ്ടുവന്നിട്ട് കുട്ടികൾ അമിതമായി പ്രഷറൈസ് ചെയ്യപ്പെടുകയാണ്. ഇതൊക്കെ അവസാനം എന്തായി മാറുന്നു നമ്മൾ ആലോചിക്കേണ്ടതാണ്. കുറച്ചുകൂടെ കുട്ടികളെ മനസ്സിലാക്കി കുട്ടികളുടെ രൂപാന്തരത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറണം. അത് വളരെ ആവശ്യമാണ്. നമുക്ക് അധ്യാപകരിലൊക്കെ ഒരു മെൻറ്ററും കൂടെ ഉണ്ടാവണം. ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വിലപ്പെട്ടതാണ്, എല്ലാ കുട്ടിയും റെസ്പെക്റ്റ് ചെയ്യപ്പെടണം, എല്ലാ കുട്ടിക്കും ഡിഗ്നിറ്റി കൊടുക്കണം, എല്ലാ കുട്ടിക്കും ഒരു വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കിച്ച് കൊടുക്കണം. ഇതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി അവൻ്റെ സമൂഹത്തിന് യോജിക്കുന്ന ഒരാളാക്കി മാറ്റിയെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ഒരു സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് പോലും കുട്ടികളിൽ ഉണ്ടാവുന്നില്ല. കുട്ടികളിൽ അവരുടെ ഇമോഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം, അവരുടെ ഇമോഷൻസും മറ്റുള്ളവരുടെ ഇമോഷൻസും ഒക്കെ എങ്ങനെ മനസ്സിലാക്കണം, ഒരു ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ട് എങ്ങനെ മാറണം, ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇന്ന് വിദ്യാഭ്യാസത്തിലില്ല. എല്ലാം കൊണ്ടുപോയി അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്നെങ്കിൽ ഇത് വിദ്യാഭ്യാസമല്ല. അപ്പം അവിടെ ഒരു മാറ്റം ഉണ്ടാവണം. കുട്ടികളുടെ ഇമോഷൻസും അവരുടെ സൈക്കോളജി, അവരുടെ ഫിസിക്കൽ ഹെൽത്തും, അവരുടെ റിലേഷൻഷിപ്പ്, ആരോഗ്യപരമായ ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനമായി വരേണ്ട കാര്യമാണ്. ഒരു മനുഷ്യനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം. അവനെ കോമ്പീറ്റ് ചെയ്യിക്കുന്നതല്ല, അവനെ കമ്പയർ ചെയ്യുന്നതല്ല വിദ്യാഭ്യാസം. ഒരു മനുഷ്യനെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം. കുട്ടികളൊക്കെ ഒരു 30% മാത്രം ഫിനിഷ് ചെയ്താണ് ലോകത്ത് ജനിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് അതിനെ ഒരു 100% പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. എങ്കിൽ നമുക്കവനെ ലോകത്തിലേക്ക് റിലീസ് ചെയ്യാം. അവൻ ലോകത്ത് വളരെ എക്സലൻ്റായിട്ട് മാനിഫെസ്റ്റ് ചെയ്യും, ഒരു സംശയമില്ല. അതിന് വിദ്യാഭ്യാസത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരണം. ഇന്നും മനസ്സിലാക്കുന്നതെല്ലാം ഈ അക്കാഡമിക് കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അതിനെ പോപ്പുലറൈസ് ചെയ്യുന്ന പരിപാടികൾ മാത്രമാണ്. അതിനൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. കാരണം കുട്ടികളുടെ ആരോഗ്യം കച്ചവടത്തിന് ഗുണം ചെയ്യുന്നില്ല. കുട്ടികൾ അവരവരെ കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാവരും എൻട്രൻസിന് പോകത്തില്ല. കുട്ടികൾ എല്ലാവരും ഡിഗ്നിറ്റി ഉള്ളവരും പിന്നെ വാല്യൂ ഉള്ളവരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ നാട്ടിലെ തട്ടിപ്പുകൾക്കൊന്നും ഇരകളെ കിട്ടത്തില്ല. അപ്പോൾ ഒരുപാട് കച്ചവടങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തടസ്സമാണ്. തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. സ്കൂളുകൾ മാറിയില്ലെങ്കിൽ മാതാപിതാക്കൾ ആ മാറ്റത്തെ ഫോഴ്സ് ചെയ്യണം. മാതാപിതാക്കൾ തിരിച്ചറിയണം ഇത് വിദ്യാഭ്യാസം അല്ലെന്ന് തിരിച്ചറിയണം. വലിയ മാറ്റങ്ങൾ ഫോഴ്സ് ചെയ്യണം ഈ ലോകത്ത്, ഒരു സംശയമില്ല. നല്ല സ്കൂളുകളും നല്ല ചിന്താഗതികളും നല്ല സംസ്കാരമൊക്കെ ഉയർന്നു വരട്ടെ. കുട്ടിക്ക് എന്ത് കിട്ടി? കുട്ടിയിൽ ഫൈനലായിട്ടുള്ള ആ പേഴ്സൺ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവൻ ഹോപ്പ്ഫുള്ളാണോ? അവൻ സ്ട്രോങ് ആണോ? അവൻ കാലത്തെ അതിജീവിക്കുമോ? ഇത് മാത്രമാണ് വിദ്യാഭ്യാസം ചർച്ച ചെയ്യേണ്ടത്. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്. നല്ലതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവധിക്കാലമാണ്. ഈ സമയത്ത് അധ്യാപകർക്കൊക്കെ ധാരാളമായിട്ട് പരിശീലനങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകളിലൊക്കെ നല്ല പരിശീലനങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ ഒരു 10-28 വർഷമായിട്ട് അധ്യാപക പരിശീലന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. സത്യത്തിൽ വളരെ ആഴമേറിയ ട്രെയിനിങ്ങുകളും അർത്ഥവത്തായ ട്രെയിനിങ്ങുകളും ഒക്കെ അധ്യാപകരുടെ ഇടയിൽ വളരെ കുറവാണ്. അധ്യാപകരെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളുകളെയൊക്കെ നയിക്കുന്നവർ, സമൂഹത്തിലൊക്കെ നേതൃത്വത്തിലിരിക്കുന്നവരൊക്കെ കാലോചിതമായി മാറിയെങ്കിൽ മാത്രമേ അധ്യാപകർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ കിട്ടുള്ളൂ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു.